തലേ ദിവസം തന്നെ നിങ്ങൾക്ക് പയർ നന്നായിട്ട് കുതിർത്തി വെക്കാവേ. ഇത് നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ചുള്ളത് എടുക്കാം. ഞാനിപ്പോൾ 1/4 ഗ്ലാസ്സോളമാണ് പയർ എടുത്തിട്ടിരിക്കുന്നത്. അതിനുള്ളിലേക്ക് കുറച്ച് ഉപ്പും അതേപോലെ മുങ്ങിക്കിടക്കാൻ ആവശ്യമായ, അതായത് പയർ വേകാൻ ആവശ്യമായിട്ടുള്ള വെള്ളവും കൂടി ചേർത്ത് നന്നായിട്ട് 4-5 വിസിലോളം അടുപ്പിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞ മത്തങ്ങയാണ് കേട്ടോ വേണ്ടത്. മത്തങ്ങയും ഇതേപോലെ തന്നെ മുങ്ങിക്കിടക്കാനുള്ള ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഉപ്പും അതേപോലെ മഞ്ഞൾപ്പൊടിയും ചേർത്ത് നന്നായിട്ട് ഇളക്കിയിട്ട് മൂടി വെച്ച് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ തുറന്ന് നോക്കിയിട്ട് ഇതിൻ്റെ വേവ് ചെക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കണം. നന്നായിട്ട് ഉടഞ്ഞു പോകരുത് കേട്ടോ. പിന്നെ വന്നിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് പച്ചമുളകും ഒരു 3-4 പീസ് ചെറിയ ഉള്ളിയും ജീരകവും പിന്നെ തേങ്ങയും കൂടെ നിങ്ങൾക്ക് എടുക്കാം. ഞാനിവിടെ ഡ്രൈ കോക്കനട്ടാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അപ്പോൾ നാട്ടിലൊക്കെ ആകുമ്പോൾ ഫ്രഷ് ആയിട്ടുള്ള തേങ്ങ നിങ്ങൾക്ക് ലഭിക്കുമല്ലോ. അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് ഒന്ന് വേറെ തന്നെയാണ്. അപ്പോൾ അതിനുള്ളിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും പിന്നെ ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ചേർത്തിട്ട് ഇതേപോലെ നന്നായിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ നമ്മുടെ മത്തങ്ങ ഏകദേശം വെന്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന വൻപയറും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഈ സമയം നമുക്ക് മത്തങ്ങ നന്നായിട്ട് വെന്തിട്ടുണ്ടെന്ന് മനസ്സിലാക്കും. അതിനുള്ളിലേക്ക് കുറച്ച് മുളക് പൊടിയും അതേപോലെ ഒരു നുള്ളോളം കുരുമുളക് പൊടിയും കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇതും നന്നായിട്ടൊന്ന് ജസ്റ്റ് ഒരു തിള വരുന്ന സമയത്ത് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങയുടെ അരപ്പും കൂടെ മിക്സ് ചെയ്ത് നന്നായിട്ട് യോജിപ്പിച്ച് നന്നായിട്ട് അതൊന്ന് അതിൻ്റെ കൂടെ ബ്ലെൻഡായി നന്നായിട്ടൊന്ന് വെന്തോട്ടെ കേട്ടോ. അപ്പോഴത്തേക്ക് ആ തേങ്ങയുടെ ഫ്ലേവറൊക്കെ ഇതിനുള്ളിലേക്ക് വരും. പിന്നെ ഒരു പാത്രം ചൂടാകുമ്പോൾ അതിനുള്ളിലേക്ക് എണ്ണ ഒഴിച്ചിട്ട് കടുക് പിന്നെ 2-3 ചെറിയ ഉള്ളി ഞാൻ ഇട്ടിട്ടുള്ളൂ. പിന്നെ വറ്റൽമുളക്, കറിവേപ്പില ഇത്രയും ഇട്ടിട്ട് നന്നായിട്ട് അതൊന്ന് കടുക് പൊട്ടിച്ചെടുക്കുക. അതിനുള്ളിലേക്ക് ഇതേപോലെ തേങ്ങയും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കണം. അതായത് വറുത്ത തേങ്ങ നമ്മൾ ഈ ഒരു കറിയിലേക്ക് ആഡ് ചെയ്യുമ്പോഴാണ് അതിൻ്റെ ഫ്ലേവർ തന്നെ നന്നായിട്ട് മാറി വരുന്നത്. അപ്പോൾ ഈ തേങ്ങയൊക്കെ നന്നായിട്ട് വറുത്ത് വന്നിട്ടുണ്ട്. അത് നമ്മുടെ ഈ മിക്സിലേക്ക് ചേർത്തിട്ട് നന്നായിട്ട് യോജിപ്പിച്ച് ഇളക്കി ആ ഒരു മത്തങ്ങയൊക്കെ നന്നായിട്ട് ഉടഞ്ഞ് നമുക്ക് നന്നായിട്ട് ഇതേപോലെ ഇളക്കി യോജിപ്പിച്ചെടുത്ത നമ്മുടെ അടിപൊളിയായിട്ടുള്ള എരിശ്ശേരി ഇവിടെ അടിപൊളിയായിട്ട് നമുക്ക് ഈസി ആയിട്ട് തയ്യാറാക്കി കഴിഞ്ഞു കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക.